ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടോക്ക് ഓൺലി പി എസ് സിയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ടോപ്പിക്കാണ്. അതായത് നദികളും അപരനാമങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോഗ്രഫി നമുക്ക് പഠിക്കാനുണ്ട്. ഏത് പി എസ് സികളിലേക്ക് പോകുമ്പോഴും നമുക്ക് ജോഗ്രഫി പഠിക്കാനുണ്ട്. അപ്പൊ അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ. പക്ഷെ നമ്മൾ അതിന്റെ ഇടയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ അവസാനം നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തതായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നദികളും അപരനാമങ്ങളുമാണ്. പണ്ടൊക്കെ പി എസ് സിയിലേക്ക് വരുമ്പോൾ എന്നും, അതായത് ഏത് പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കായിരുന്നു. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ഒരു 4 എണ്ണമൊക്കെ തന്നിട്ട് 4 അപരനാമങ്ങൾ തന്നിട്ട് നദികളുടെ പേര് മാച്ച് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ റീസണിങ് ടൈപ്പ് ആയിട്ട് ശരിയാണോ ഈ പ്രസ്താവന എന്നൊക്കെ ചോദിച്ച രീതിയിലായിരിക്കാം നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ എന്ത് തന്നെയായാലും ഇതൊന്ന് പറ്റാവുന്നിടത്തോളം അപരനാമങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വൺ നോക്കാം. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ് കേട്ടോ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. നെക്സ്റ്റ്, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ് കേട്ടോ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. കേട്ടിട്ടില്ലേ? ദക്ഷിണ ഭാഗീരഥി പമ്പ, കേട്ടിട്ടില്ലേ? അതന്നെ. അപ്പൊ ദക്ഷിണ ഭാഗീരഥി പമ്പ, ആ സംഭവമാണ് നമ്മുടെ ദക്ഷിണ ഭഗീരഥി കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മ വരിക, ആ പാട്ട് ആലോചിച്ചാൽ മതി. പാട്ടായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ദക്ഷിണ ഭാഗീരഥി പമ്പ അത്ര ആലോചിച്ച് വെക്കാട്ടാ. ഓക്കെ, നെക്സ്റ്റ്, തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പമ്പ തന്നെയാണ്. അപ്പൊ കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ്, എന്നാൽ തിരുവിതാംകൂറിന്റെ ജീവനാഡി പമ്പയാണ്. തിരുവിതാംകൂർ ആ ഭാഗത്തിൽ കൂടിയല്ലേ പമ്പ നദി ഒഴുകി പോകുന്നത്, ആലോചിച്ച് വെക്കാട്ടാ. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് മയ്യഴിപ്പുഴയാണ്. ഏതാണ്? മയ്യഴിപ്പുഴ. അത് നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ്. എന്നാൽ കേരളത്തിന്റെ നൈൽ ഏതാണ്? കേരളത്തിന്റെ നൈല് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഗംഗയും എന്ത് തന്നെയാണ്? ഭാരതപ്പുഴയാണ്. ഭാഗവതത്തിൽ പ്രതീജി എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. ഓക്കെ, അപ്പൊ പമ്പയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ 2 പഠിച്ചു. ദക്ഷിണ ഭാഗീരഥി പമ്പയാണ്. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി പമ്പയാണ്. കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ഓക്കെ, ഇനി നമ്മൾ ഭാരതപ്പുഴയിലേക്ക് വരികയാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നതും കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴ തന്നെയാണ്. അതുപോലെ ഭാഗവതത്തിൽ പ്രതീജി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്. നെക്സ്റ്റ്, തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. തലപ്പാടി, മഞ്ചേശ്വരം എവിടെയാ? മുകളിലല്ലേ, തലയുടെ അവിടെയല്ലേ. അപ്പൊ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. എന്നാൽ പയസ്വിനി എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ചന്ദ്രഗിരി പുഴയാണെന്ന്. പെരുമ്പുഴ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ചന്ദ്രഗിരി പുഴയാണ്. അപ്പൊ പെരുമ്പുഴ, പയസ്വിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേട്ടോ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. എന്നാൽ നിള, പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴ. അപ്പൊ വീണ്ടും വന്നു ഭാരതപ്പുഴ അല്ലെ. അതായത് കേരളത്തിലെ നൈല്, കേരളത്തിലെ ഗംഗ, ഭാഗവതത്തിൽ പ്രതീജി, പിന്നെയോ നിള, പേരാറ്, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴ. നെക്സ്റ്റ്, വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? പയ്യന്നൂർ പുഴയനെയാണ് വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, എലത്തൂർ പുഴ. എലത്തൂർ പുഴ എന്ന് കേട്ടിട്ടുണ്ടോ? എലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് കോരപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. വീണ്ടും വന്നു അല്ലെ. നിള, പേരാറ്, കേരളത്തിലെ നൈല്, കേരളത്തിലെ ഗംഗ, ഭാഗവതത്തിൽ പ്രതീജി ഒക്കെ ഭാരതപ്പുഴ തന്നെയാണ്. പൊന്നാനിപ്പുഴയും ഭാരതപ്പുഴ തന്നെയാണ്. ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ചിട്ടാണ് കടലിനോട് ചേരുന്നത് കേട്ടോ. ഓക്കെ, ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അതുപോലെ തന്നെ ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ, ചൂലിക നദി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ചാലിയാറാണ്. ഏതാണ്? ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ, ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാറാണ്. അത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ്. ഓക്കെ,
കടല കരിഞ്ഞുപോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പൊ കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ്. മൂരാട് നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴയ്ക്ക് നമ്മൾ ഒരെണ്ണം കൂടി കണ്ടില്ലേ, ഏതാണ്? മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മൂരാട് നദി എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴയാണ്. ഇനി കുയ്യാലിപ്പുഴ, കുയ്യാലിപ്പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരിപ്പുഴയാണ്. എന്താണ്? കുയ്യാലിപ്പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. എന്താണ്? ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. എന്നാൽ പൊന്നിയം പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരിപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. എന്നാൽ പൊന്നിയം പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? തലശ്ശേരിപ്പുഴയാണ്. മാറിപ്പോവരുത്. ശോകനാശിനി ഏതാണ്? ഭാരതപ്പുഴ തന്നെയാണ് അല്ലെ. ശോകനാശിനി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. കേരളത്തിന്റെ പുണ്യനദി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നതും പമ്പ തന്നെയാണ്. ഓക്കെ. പൂർണ, ചൂർണി, താമ്രഭരണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും പെരിയാറാണ്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. ക്ലിയർ ആയല്ലോ? ഏകദേശം 26 എണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. 26 എണ്ണ അല്ല, ഒരു 40യുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, 25 ആണ് പൂർണ, ചൂർണി, താമ്രഭരണി. അങ്ങനെ നോക്കുമ്പോ ഏകദേശം അത്യാവശ്യം എന്താ പറയാ നദികളും അവരുടെ അപരനാമങ്ങളും നമ്മൾ പഠിച്ചു. ഇത് ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കേട്ടോക്കുക, എപ്പോഴെങ്കിലും പിന്നെ കേട്ടോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. പക്ഷെ ഇത് പഠിച്ചു വെക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല, ഏത് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കണം. നമ്മളെല്ലാം പഠിക്കുമ്പോൾ സ്പീഡിൽ പഠിക്കണം. കാരണം എന്താ അറിയോ, സ്പീഡിൽ പഠിച്ചാൽ വീണ്ടും നമുക്ക് റിവിഷന് സമയം കിട്ടും. വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യും. അത് വേഗം തീർത്താൽ വീണ്ടും റിവൈസ് ചെയ്യും. എത്രത്തോളം റിവൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ ആ റിവിഷൻ കൂടുതൽ കിട്ടണമെങ്കിൽ സ്പീഡിൽ പഠിക്കണം. അല്ലാണ്ട് ഞാൻ ഇതെല്ലാം പഠിച്ച് ഉറപ്പിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് കടക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ സ്പീഡിൽ പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക. സ്പീഡിൽ പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. അത് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.